വീട്ടിൽ നിന്ന് അവൾ ഇനി പുറത്തിറങ്ങില്ല. പ്രൊഫസർ പ്രഭാവതി. നാണക്കേട് കാരണം സംസ്ഥാനം വിട്ട് മറ്റെവിടെയെങ്കിലും പോകുമെന്ന എന്റെ സംശയം. അവൾ ഇനി ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ശരി, ഞാൻ പിറകെ ചെല്ലും. തോറ്റു തൊപ്പിയിട്ട് മരിച്ച പോലെ അവസ്ഥയിൽ നിൽക്കുന്ന അവളെ എനിക്ക് നേരിട്ട് കാണണം. കുറച്ച് കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയണം. ദേവിയെ തെരഞ്ഞെടുപ്പിൽ എത്തിക്കുമ്പോൾ എനിക്ക് കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ദേവിക്കെതിരെ പ്രഭാവതി ഇറങ്ങിയപ്പോഴാ ഇതൊരു യുദ്ധമായത്. അതിൽ ഞാൻ വിജയിച്ചു. ഇനിയിപ്പോ പ്രഭാവതി ഭൂമിന്ന് അപ്രത്യക്ഷമായാലും ആർക്കും പരാതിയൊന്നും കാണില്ല. ഇന്നത്തെ പരാജയത്തോടെ അവള് തീർന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇനി പുറത്തോട്ട് എങ്ങനെ ഇറങ്ങുന്ന ഞാൻ ആലോചിക്കുന്നത്. എന്റെ വിശ്വാസം വോട്ടർ മെഷീനിൽ എന്തോ തിരിമറി കാണിച്ചെന്നാ. VDF ജയിക്കാൻ വേണ്ടി എന്തോ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെന്നാ. അതൊന്നും അല്ല ആന്റി, തോറ്റോ തന്നെയാ. അതിലിനി ന്യായീകരിച്ചിട്ട് കാര്യമൊന്നുമില്ല. മോളെ അങ്ങനെ നിസ്സാരമായിട്ട് പറഞ്ഞിട്ട് പോവല്ലേ മോളെ. പ്രഭകുഞ്ഞ് ജയിച്ച അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വിതരണം ചെയ്യാൻ കുറെ ലഡു വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒക്കെ പാഴായി പോയില്ലേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്നാലും ആ വോട്ടർമാരെ കൊലച്ചതിയാ കാണിച്ചത്. ഞാനാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ വോട്ട് കിട്ടാൻ വേണ്ടി എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്ന് അറിയോ? ദാക്ഷായണിയുടെ വീട്ടിൽ ചെന്നപ്പോ അവളുടെ മരുമോള് മീൻ വെട്ടുകയായിരുന്നു. ആ മീൻ ഞാൻ വാങ്ങിച്ചു വെട്ടിക്കൊടുത്തു. പലയിടത്തും തുണി അലക്കി, വെള്ളം കോരി കൊടുത്തു, എല്ലാം ചെയ്തു കൊടുത്തിട്ട് എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച വീട്ടിലൊക്കെ ഞാൻ ചെല്ലുന്നുണ്ട്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആന്റി. എന്തായാലും തോറ്റു. തോൽവി അംഗീകരിക്കണം. എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. വിജയ ആഘോഷമൊക്കെ മനസ്സിൽ കണ്ടിരുന്നതാ, എല്ലാം പൊളിഞ്ഞു. അതൊക്കെ വിട ആന്റി. അമ്മ ഇതെവിടെ പോയെന്നാ ഞാൻ ആലോചിക്കുന്നത്. റിസൾട്ട് വന്നിട്ട് ഇത്രയും നേരമായി, അമ്മയെ കാണുന്നില്ലല്ലോ. നേരെ ഇരുട്ടിട്ട് വരാന്ന് വെച്ച് മാറി നിൽക്കുന്നതായിരിക്കും. പകൽവെട്ടത്ത് പുറത്തിറങ്ങി നടക്കാൻ ഒരു മടിയൊക്കെ കാണും. പാവം പ്രഭകുഞ്ഞ്. അമ്മയ്ക്ക് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇതിപ്പോ എനിക്കെന്തോ ഒരു പേടി പോലെ. പേടിയോ? എന്തിനാ മോളെ? അല്ല, ഇടയ്ക്ക് അമ്മയെ കാണാതായിരുന്നല്ലോ, അതുപോലെ എന്തെങ്കിലും. ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. പേടിക്കണ്ട. ഇത് നാണക്കേടുകൊണ്ട് മാറി നിൽക്കുന്നതാ. ജയിച്ച സ്ഥാനാർത്ഥി സ്വന്തം വീട്ടിൽ തന്നെ ആവുമ്പോ വേദന ഇരട്ടി ആവുമല്ലോ. ആന്റി, തോറ്റ കാര്യം തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയാതെ. എന്നാലും എന്റെ ദൈവമേ, നീ എന്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ. ഞാൻ പറയണതേ വിട്ടുകൊടുക്കരുത്. ഇനി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരികയല്ലേ, അതിലും നിക്കണം. ഇപ്പോഴത്തെ വീഴ്ചയിൽ കണ്ടറിഞ്ഞ് നീങ്ങണം. ഒന്ന് മിണ്ടാതിരിക്കുക ആന്റി. ആദ്യം ഇതിന്റെ ക്ഷീണമൊന്ന് തീരട്ടെ. എന്നാൽ ഈ അമ്മ എവിടെയാ? അതല്ലേ പറഞ്ഞത്, പാർട്ടി ഓഫീസിൽ നിന്ന് റിസൾട്ട് അറിഞ്ഞിറങ്ങിയ ആൾ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. വിളിച്ചു, ഫോൺ സ്വിച്ച് ഓഫാ. അതെ, എന്തായാലും നമ്മുടെ പ്രവർത്തകരോടും തിരക്കാൻ പറയണം. ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. എന്താ ഗിരി, അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും വിവരമുണ്ടോ? പാർട്ടി ഓഫീസിൽ നിന്ന് പോകുന്നതല്ലേ, പിന്നെ മത്സരത്തിൽ പരാജയപ്പെട്ടുകൊണ്ട് ആരും ഓഫീസിലില്ല. എന്തായാലും അന്വേഷിക്കാം. കേരളത്തിൽ എങ്ങും ആഘോഷം നടക്കുക. മണ്ഡലം VDF നിലനിർത്തിയത് മാത്രമല്ല, ഒരു വനിത ജയിച്ചു കയറിയതിന്റെ സന്തോഷവും. ഗിരിയപ്പ വന്നു. കുറച്ചു നേരമായി. മോളെ, കുറച്ച് മധുരമാ. 2 ദിവസം കഴിഞ്ഞാ വിപുലമായ ഒരു ഗെറ്റ് ടുഗദർ വയ്ക്കാം. ദേവികയുടെ വിജയം അച്ഛൻ എങ്ങനെ വേണോ ആഘോഷിച്ചോ. പിന്നെ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ഒറ്റ പ്രാവശ്യം കൊണ്ട് അവസാനിച്ചിട്ടൊന്നുമില്ലല്ലോ. അതവിടെ നിക്കട്ടെ. അമ്മ എവിടെ? അമ്മ വരുന്നതും കാത്താ ഞങ്ങൾ നിൽക്കുന്നേ. പ്രഭ ഇതവരെ എത്തിയില്ലേ? ഫോൺ എടുക്കാത്തപ്പോ ഞാൻ കരുതി ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കുകയാണെന്ന്.
ഒന്ന് തോറ്റെന്ന് വെച്ച് അമ്മ അങ്ങനെ വീണു പോകുന്ന ആളൊന്നുമല്ല റെസ്റ്റ് എടുക്കാൻ. എനിക്കെന്തോ സമാധാനക്കേട് തോന്നുന്നു. അങ്ങനെ സമാധാനക്കേടിന്റെ ആവശ്യമൊന്നുമില്ല. തെരഞ്ഞെടുപ്പാകുമ്പോൾ ഒന്നുകിൽ തോക്കും അല്ലെങ്കിൽ ജയിക്കും. അതൊക്കെ പ്രൊഫയ്ക്ക് നന്നറിയാം. പ്രഭ, നിങ്ങളുടെ ഓഫീസിൽ നേരത്തെ ഇറങ്ങിയല്ലേ? അതെ സർ. ആ, വന്നോളും. അച്ഛനെന്ത് നിസ്സാരായിട്ടാ പറയുന്നേ? അച്ഛൻ എനിക്കാകെ ടെൻഷൻ ആവുന്നേ. എനിക്കിപ്പോ അമ്മയെ കാണണം. സർ, ഓഫീസിൽ നിന്ന് മേഡം നേരത്തെ ഇറങ്ങിയതാ. ഞാൻ വിളിച്ചിട്ടും കിട്ടിയില്ല. ഞാൻ കരുതി മേഡം ഇങ്ങോട്ട് വന്ന് കാണുമെന്ന്. അല്ല, ദേവിക നന്ദിനോടെ? ഓ, അമ്മയെ കണ്ടില്ലെന്ന് പറഞ്ഞിട്ടും എല്ലാവർക്കും ആദ്യം ജയിച്ച ആളെ കണ്ടാ മതി. ദേവിക നന്ദന അമ്പലത്തിൽ പോയതാ. ആ, പറഞ്ഞു. ഇതുവരെ എത്തിയില്ലല്ലേ? ഇല്ല. എന്താ അച്ഛ ഇത്? അമ്മയെ കുറിച്ച് അറിവില്ലെന്ന് പറഞ്ഞിട്ടും അച്ഛനെന്തൊരു ചൂടില്ലാത്ത? ആ, അച്ഛൻ വിചാരിച്ച കാര്യം നടന്നല്ലോ. അച്ഛന്റെ ആള് ജയിച്ചല്ലോ. എന്റെ ആള് ജയിച്ചെന്നോ? ദേവിക നമ്മുടെ എല്ലാവരുടെ ആളാ. അവൾ എന്റെ ആളല്ല. അമ്മ പറഞ്ഞിട്ട് അനുസരിക്കാത്തവള്, അമ്മയെ തോൽപ്പിച്ചവള്, അവൾ എന്റെ ആളല്ല. മാഡത്തെ തോൽപ്പിച്ചത് ദേവികയാണോ? നാട്ടുകാരല്ലേ? ക്രിസ്മസ് ആഘോഷമാക്കാൻ ടോപ്പ് സിംഗർ കുട്ടിപ്പട്ടാളവും മ്യൂസിക്കൽ വൈഫ് വീട്ടമ്മമാരും ഒന്നിക്കുന്ന ആഘോഷരാവ് മഹാസംഗമം ക്രിസ്മസ് ദിനത്തിൽ വൈകുന്നേരം 6:30. ഭൂരിപക്ഷം പേരും ദേവികയ്ക്ക് വോട്ട് ചെയ്തു. ദേവിക ജയിച്ചു. അതിന് ദേവികയോട് എന്തിനാ ദേഷ്യം? എനിക്ക് അമ്മയെ കാണണം. അമ്മയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. രജനി, മാഡത്തെ കാണാതായിട്ട് 2-3 ദിവസമൊന്നും ആയിട്ടില്ല. റിസൾട്ട് വന്ന് കുറച്ച് മണിക്കൂറേ ആയിട്ടുള്ളൂ. മാഡം എത്തിക്കോളും. അന്ന് അമ്മയെ കാണാതായപ്പോഴും എത്തിക്കോളും എന്ന് പറഞ്ഞു കുറെ താളം ചവിട്ടി നിന്നു. പിന്നീട് ഒരിക്കൽ ഒരുത്തൻ ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചു. അതെല്ലാം കൂട്ടിവെച്ച് ആലോചിക്കുമ്പോ എനിക്ക് പേടിയാവുക. എന്താ രജനി ഇത്? ഒരു നല്ല വിജയത്തിന്റെ സന്തോഷം ഇല്ലാതാക്കാൻ നീ ഒരു കാരണം കണ്ടുപിടിക്കുകയാണോ? ഒരാൾ തോറ്റാൽ ആദ്യം വേണ്ടത് മാന്യതയുടെ തോൽവി അംഗീകരിക്കുകയാണ്. കണ്ടോ, അച്ഛനുടനെ ആ രീതിയിൽ അങ്ങ് വ്യാഖ്യാനിക്കുവോ? ഗിരി, ഞാനിനി ഒന്നും പറയുന്നില്ല. അച്ഛൻ മധുരം കൊണ്ടുവന്നിട്ടുണ്ട്. ഗിരി മധുരം കഴിച്ച് ദേവികയുടെ വിജയം ആഘോഷിച്ചോ? അതാ നല്ലത്. എനിക്ക് പക്ഷെ അമ്മയെ കാണണം, ഇപ്പൊ കാണണം. രജനിക്ക് മാഡത്തെ കാണണമെങ്കിൽ മാഡം അല്ലേ വിചാരിക്കേണ്ടത്? മാഡം അല്ലേ ഇങ്ങോട്ട് എത്തേണ്ടത്? അമ്മയെ ഇങ്ങോട്ട് എത്തിക്കാത്ത രീതിയിൽ എവിടെയെങ്കിലും തടഞ്ഞു വെച്ചിരിക്കാണെന്ന് എങ്ങനെ അറിയാം? എനിക്ക് അമ്മയെ കാണണം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അന്വേഷിച്ചിറങ്ങുവാ. വേണ്ട വേണ്ട, ഞാൻ അന്വേഷിച്ചോളാം. ഗിരീഷേ, ഏതെങ്കിലും അകത്തേക്ക് വെച്ചേക്ക്. എന്താ രജനി ഇത്? അച്ഛനത് സന്തോഷത്തോടെ കയറി വന്നത്. എനിക്ക് അമ്മയെ കാണണം. കാണണം. ഞങ്ങൾ എല്ലാവരും കൂടെ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും ചെയ്തോളാം. ഇതുകൊണ്ട് അകത്ത് വെച്ച് പിടിക്കാൻ. എന്റെ മാത്യു ചായ, ദേ ത്യാഗരാജൻ എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ട്, അവിടെയൊക്കെ ജയിച്ചിട്ടുണ്ട്. ഞാൻ കൃത്യമായിട്ട് ഷെഡ്യൂൾ ഉണ്ടാക്കി കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാനല്ലേ സെറ്റ് ചെയ്തത്. പോസ്റ്റ് ഒട്ടിക്കല്, മുദ്രാവാക്യം വിളിക്കല്, മീറ്റിംഗ്, പോളിംഗ്. അങ്ങനെ ഈ ത്യാഗരാജന്റെ കണ്ണും കൈയും സകല സ്ഥലത്തും ഉണ്ടായിരുന്നു. എന്നത് MLA ഞാൻ പറഞ്ഞ അനുസരിക്കുമെന്നോ? എന്നെ ചിരിപ്പിക്കല്ലേ മാത്യു ചായ. ഞാൻ വരയ്ക്കുന്ന വരയ്ക്ക് അപ്പുറം MLA ഒരു കാലെടുത്ത് വെക്കില്ല. അച്ചായ, MLAയുടെ സ്ഥാനത്ത് ദേവികയാണെങ്കിൽ ഭരിക്കുന്നത് ഞങ്ങളൊക്കെ തന്നെ ആയിരിക്കും. എന്തായാലും ആള് കസേരയിലോട്ടൊന്ന് ഇരുന്നോട്ടെ, കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കേ.
എന്താ ത്യാഗരാജ? അല്ല മാഡം, അതെ മാഡം, ഓരോരുത്തർ വിളിക്കുകയായിരുന്നേ. ഓരോരുത്തരല്ല, ഇനി ഒരുപാട് പേര് വിളിക്കും, പലതും ആവശ്യപ്പെടും, പ്രതിഫലവും ഓഫർ ചെയ്യും. അതെ അതെ മാഡം, അത് തന്നെ. ദേ ഇപ്പൊ തന്നെ മാത്യു ചായനെ, അല്ല നമ്മുടെ ഒരു കക്ഷിയാ, ഒരു കാര്യം നടത്തി കൊടുക്കണം, നല്ല തുട്ടറിയും. കൊള്ളാലോ. അതെ മാഡം, MLA ദേവിക സത്യത്തിൽ ദേവികയല്ല, സ്വർണ്ണ മുട്ടയിടുന്നൊരു താറാവാ. നമുക്കേ തവിടും അരിയൊക്കെ കൊടുത്ത് അതിനെങ്ങ് വളർത്താം, ഇഷ്ടംപോലെ സ്വർണ്ണ മുട്ട കിട്ടും. ഷട്ട് അപ്പ്. അവളെ MLA ആക്കിയത് വ്യക്തിപരമായ കാര്യങ്ങൾ നേടാനല്ല. നോക്ക്, അവക്ക് ശല്യമാവുന്ന രീതിയിൽ എന്തെങ്കിലും നീക്കം ത്യാഗരാജന്റെ ഭാഗത്തുനിന്നുണ്ടായാ അന്നറിയും അരുന്ധതി ആരാന്ന്. അല്ല മാഡം, നമ്മള് ഇത്രയും കാശ് ചെലവാക്കിയിട്ട് അത് ത്യാഗരാജന്റെ കാശല്ലല്ലോ, എന്റെ കാശല്ലേ ചെലവാക്കിയത്, ഞാൻ സഹിച്ചോളാം. മാഡം, ഞാൻ ഉപദേശിക്കുകയല്ല, ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന സംഗതി അത് ഐറ്റം വേറെയാ. ഇപ്പോൾ ഒരു ഡോക്ടർ നമ്മുടെ കയ്യിലുണ്ടെന്നിരിക്കട്ടെ, ആശുപത്രി കാര്യങ്ങൾ നടക്കും. ഒരു പോലീസ് ഉണ്ടെങ്കിൽ സ്റ്റേഷനിലെ കാര്യങ്ങൾ നടക്കും. വക്കീല് കയ്യിലുണ്ടെങ്കിലോ കോടതി കാര്യങ്ങൾ ഈസി ആവും. പക്ഷെ ഒരു രാഷ്ട്രീയക്കാരൻ കയ്യിലുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നടക്കും. ഈ ഡോക്ടറും വക്കീലും പോലീസും ഒക്കെ രാഷ്ട്രീയക്കാരന്റെ മുമ്പിൽ കയ്യും കെട്ടി വായയും പൊത്തി അങ്ങ് നിൽക്കും. മാഡം, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, മാഡം നേരിട്ട് ദേവികയോടൊന്നും ആവശ്യപ്പെടണ്ട, ഞാൻ നടുവിൽ നിന്നിട്ടങ്ങ് മാഡം കാര്യങ്ങൾ. ത്യാഗരാജ, തനിക്ക് ഇവിടെ നിൽക്കണോ അതോ തിരിച്ച് മൈസൂർക്ക് പോണോ? അത് ഇവിടെ നിന്നാ മതി. ഇവിടെ നിൽക്കണമെങ്കിൽ ഞാൻ പറയുന്ന അനുസരിച്ച് നിൽക്കണം. ദേവികയെ ബുദ്ധിമുട്ടിക്കാൻ പോയാ അടുത്ത നിമിഷം ഇവിടുന്ന് കെട്ടിയട്ടിക്കും. മുദ്രാവാക്യം വിളിച്ച് തൊണ്ട പൊട്ടിച്ചത് വെറുതെ ആയില്ലേ? ഹലോ, ഒരു കാര്യം നടക്കില്ല, എന്നോടൊന്നും പറയണ്ട. ദേ മോളെ ഒരു വണ്ടി വന്നു നിന്നു, പ്രഭകുഞ്ഞാൻ തോന്നുന്നു. ചേച്ചി, ഞങ്ങൾ അമ്പലത്തിലൊന്ന് പോയി. ദാ പ്രസാദം. പ്രസാദ് MLA സ്വന്തം നെറ്റിയിലങ്ങ് ചാർത്തിയാ മതി. എന്താ ചേച്ചി, എന്താ പ്രശ്നം? പ്രഭകുഞ്ഞിനെ കാണാനില്ല, സിദ്ധാർത്ഥ സാറ് അന്വേഷിച്ചു പോയിരിക്കുക. റിസൾട്ട് അറിഞ്ഞാൽ പാർട്ടി ഓഫീസിലെ മറ്റേ പോയതായിരിക്കും. ഓഫീസിലെങ്ങും ഇല്ല. മുമ്പ് അമ്മ എങ്ങോട്ടോ മാറ്റിയില്ലേ, ഇവൾക്കറിയാം അമ്മയ്ക്ക് എന്താ സംഭവിച്ചെന്ന്. പറ, അമ്മ എവിടെയാ? ചേച്ചി, അമ്മ തോറ്റന്റെ പേരിൽ ചുമ്മാ ഒരു കാരണം ഉണ്ടാക്കി വെറുതെ സീൻ ഉണ്ടാക്കാൻ നോക്കല്ലേ. സീൻ ഉണ്ടാക്കരുതെന്നോ? അമ്മ തോറ്റതോ നിന്റെ ഭാര്യ ജയിച്ചതോ അല്ല പ്രശ്നം. അമ്മയെ കാണുന്നില്ല, അമ്മ എവിടെയാന്ന് അറിഞ്ഞേ പറ്റൂ. ചേച്ചി, നന്ദു പറഞ്ഞ പോലെ അമ്മ പാർട്ടി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമായിരിക്കും. അമ്മ ഉടനെ വരും. ഇല്ല, അമ്മ ഉടനൊന്നും വരാൻ പോകുന്നില്ലെന്ന് നിന്റെ മുഖത്തിൽ നിന്ന് അറിയാൻ പറ്റും. നന്ദ, VDF-കാർ അമ്മയ്ക്കെതിരെ എന്തെങ്കിലും ചെയ്തോ? സാധാരണ തോറ്റ സ്ഥാനാർത്ഥിയെ വീട്ടിൽ കയറി ആക്രമിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. ഒന്ന് നിർത്തുന്നുണ്ടോ? ഒരു വലിയ വിജയം കഴിഞ്ഞു വരുമ്പോ അതിനെ അഭിനന്ദിക്കണ്ട, വഴക്കുണ്ടാക്കാതിരുന്നൂടെ? ചുമ്മാ ഓരോ കാരണം ഉണ്ടാക്കി വിജയത്തിന്റെ തിളക്കം കെടുത്താൻ നോക്കുക. നോക്ക്, നിന്റെ ഭാര്യ MLA ആവുന്നതിന് മുമ്പ് ചന്ദ്രോത്ത് MLA ഉണ്ടായിരുന്നു, നമ്മുടെ അച്ഛൻ. അതുകൊണ്ട് വിജയ കഥകളൊന്നും പറയണ്ട. നന്ദു, അച്ഛനെയും ഗിരീഷേട്ടനെയും ഒക്കെ ഒന്ന് വിളിക്കേ. അമ്മയ്ക്ക് എന്താ സംഭവിച്ചെന്ന് അറിയണമല്ലോ. പ്രഭകുഞ്ഞിനെ തോൽപ്പിച്ചതും പോരാഞ്ഞിട്ട് ആളിനെ അപായപ്പെടുത്തി. ഒന്ന് നിർത്തിക്കാൻഡി.
അച്ഛാ, എവിടെയുള്ളത്? അമ്മയെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ? മാധവേട്ട, നമ്മുടെ മോള് നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ഉയരത്തിലെത്തി. MLA ആയി. അതെ അതെ. പക്ഷേ സത്യം പറഞ്ഞ സന്തോഷം പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല. അവളുടെ മുന്നിൽ തോറ്റത് പ്രഭാവതിയാ. അപ്പൊ ഇനി എന്തൊക്കെയാവും പ്രഭാവതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നെന്ന് ആലോചിക്കുമ്പോ വലിയൊരു പേടി തോന്നുന്നു. ഞാനും അത് തന്നെ ആലോചിക്കുന്നു. വലിയ വാശിയിലായിരിക്കും അവരിപ്പോ. ഇനിയായിരിക്കും യഥാർത്ഥ യുദ്ധം നടക്കാൻ പോകുന്നു. പിന്നെ ദേവിക MLA ആയതുകൊണ്ട് പഴയതുപോലെ വാശി കാണിക്കാൻ പറ്റില്ലായിരിക്കും അല്ലേ? MLA അല്ല, മന്ത്രിയായാലും കുടുംബത്തിന്റെ അകത്തെ അന്തരീക്ഷം വേറെയല്ലേ? അത് നേരാ. ഇനി എന്ത് കുഴപ്പമായിട്ടായിരിക്കും പ്രഭാവതി വരുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു. അടുത്ത കുഴപ്പം വന്നു കഴിഞ്ഞമ്മേ. എന്താടി? ചേച്ചിയുടെ വിജയം സംസ്ഥാനം മുഴുവൻ ആഘോഷിക്കുക. പക്ഷെ അതിനിടയിൽ ഒരു ചെറിയ പ്രശ്നം. എന്താ? പ്രഭ ആന്റിയെ കാണാനില്ല. എന്താ? അതെ അമ്മേ, റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ആന്റി ഇതുവരെ ചന്ദ്രത്തേക്ക് തിരിച്ചെത്തിയിട്ടില്ല. എല്ലായിടത്തും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. ആന്റിയെ കണ്ടവരാരുമില്ല. ഈശ്വര, ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇതൊക്കെ തന്നെയാ. ദേവിക നാട്ടിലെ MLA ആയി. വീട്ടിൽ ഇനി സമാധാനം കിട്ടുമെന്നാ പേടിച്ചിരുന്നത്. അപ്പതാ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ. KDF-നും പ്രഭാന്റിക്കും വലിയ ക്ഷീണമുണ്ടായി. ചേച്ചി ഇനി എങ്ങനെ ഫേസ് ചെയ്യും? പത്രക്കാരോട് എന്തു പറയും? ഒരർത്ഥത്തില് പ്രഭാന്റിയെ കുറിച്ച് ആലോചിച്ച പേടിയാവുക. മനസ്സ് പതറി ജീവൻ തന്നെ അപകടപ്പെടുത്തി കളയുമെന്നാ സംശയം. ഈശ്വര, റിസൾട്ട് അറിഞ്ഞിട്ട് ഇത്രയും നേരമായി. ആർക്കും ഒരു അറിവില്ലെങ്കിൽ. ശരി, ഇല്ല, ആർക്കും ഒരു അറിവില്ല. എനിക്ക് തോന്നുന്നു അവരെന്തോ കടുങ്കൈ ചെയ്തു എന്നാ. അങ്ങ് ആകാശം മുട്ടി നിൽക്കുകയല്ലായിരുന്നോ? ഒറ്റ അടിക്കല്ലേ പാതാളത്തിലേക്ക് പോയത്. വട്ട പൂജയായി. നാട്ടുകാരുടെ മുഖത്ത് ഇനി എങ്ങനെ നോക്കും? വീട്ടുകാരുടെ മുന്നിൽ എങ്ങനെ തല ഉയർത്തി നിൽക്കും? വേറെ ആരെങ്കിലും ആണ് തോൽപ്പിച്ചെങ്കിൽ പോട്ടെ, സ്വന്തം മരുമോളുടെ മുന്നിലല്ലേ മുട്ടുകുത്തിയത്. അവരെന്തെങ്കിലും ചെയ്തു കാണും. എനിക്കും ആദ്യം അങ്ങനെ ഒരു ചിന്ത പോയിരുന്നു. പക്ഷേ പ്രഭാവതി ആത്മഹത്യ ചെയ്യില്ല. ഇരട്ട ചങ്ക അവർക്ക്. ഇരട്ടയല്ല, ഇനി എത്ര ചങ്കുള്ളവരായാലും ശരി, എല്ലാം കൈവിട്ടു പോയി എന്ന് മനസ്സിലാക്കുന്ന അവസരത്തിൽ എന്തെങ്കിലും ചെയ്തു എന്നിരിക്കും. മാഡം, ത്യാഗരാജ, പ്രഭാവതിയെ കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയോ? ഇല്ല മാഡം, ആർക്കും ഒരു പിടിയുമില്ല. നമുക്കെതിരെ ചില ആരോപണങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വരുന്നുണ്ട്. നമ്മളെന്തോ ചെയ്തതാണെന്ന്. നമ്മൾ ചെയ്യേണ്ടത് ചെയ്തല്ലോ. അവരെ ക്ലീൻ ആയിട്ട് തോപ്പിച്ചു. അതിനപ്പുറം നമുക്ക് എന്താ ചെയ്യാനുള്ളത്? തനിക്കെന്ത് തോന്നുന്നു? അവർ ആത്മഹത്യ ചെയ്ത് കാണുമോ? അല്ല, അങ്ങനെ ഒരു സംശയം എനിക്ക് ബലപ്പെടുക. ആ ഒരു സംശയം എനിക്കുണ്ട്. മാഡം, ബാക്കിയെല്ലാം സഹിക്കാം. പക്ഷേ നാണക്കേട് സഹിക്കാൻ അവരെ പോലുള്ളവർക്ക് പ്രയാസമാണ്. അപ്പൊ പിന്നെ അത് ചിലപ്പോൾ സംഭവിച്ചിരിക്കും. പാവം, ഞാനും കുറെയൊക്കെ ദ്രോഹിച്ചിട്ടുള്ളതാ. നാളെ ആദരാഞ്ജലികൾ അർപ്പിച്ചൊരു പോസ്റ്റ് ഇടണം. എടോ, പറഞ്ഞങ്ങ് ഉറപ്പിക്കാതെ. സംശയങ്ങളാ ഈ പറയുന്നേ, അല്ലാതെ ആത്മഹത്യ ചെയ്തൊന്നല്ല. അല്ല, ഞാനൊന്ന് കൊഴുപ്പിക്കാന്ന് കരുതി. അല്ല, മാഡം എന്താ ഒന്നും പറയാത്തെ? പ്രഭ എന്റെ ശത്രു തന്നെയാ. പക്ഷെ പ്രഭാവതിയുടെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കണ്ട. അവർക്ക് എന്തു പറ്റിയെന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിക്കണം. എല്ലാരും വിളിക്ക്, അന്വേഷിക്ക്. പ്രഭാവതിക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. സിപ്പി, നമ്മളറിയാതെ എന്തെങ്കിലും ഒരു മൂവ്മെന്റ്
മാഡത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവോ? ഒന്ന് മിണ്ടാതിരിക്കണം.